channel, your online teacher. Profit and loss appropriation account നിങ്ങൾ എല്ലാവരും പഠിച്ചവരായിരിക്കും. പക്ഷേ ഈ ഒരു ചോദ്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആക്കിയാൽ മാക്സിമം ഇത്ര ഡിഫിക്കൽട്ടേ ആക്കുള്ളൂ. അതുകൊണ്ട് ഈ ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ അത് സെറ്റ് ആകും. നമ്മൾ നോർമലായിട്ട് വെറുതെ ടെക്സ്റ്റിൽ നേരെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് പഠിക്കുന്നത് നിർത്തിക്കോളാം. എക്സാം ടഫ് ആകും. അതുകൊണ്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് പഠിച്ചിട്ട് വേണം പോകാൻ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എളുപ്പമല്ലേ എന്ന് ഓർത്തിട്ട് എളുപ്പമുള്ള ചോദ്യം മാത്രം പഠിച്ചു പോകരുത്. സോ അതുകൊണ്ടാണ് മിസ് ഈ ഒരു വീഡിയോയിൽ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനും കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും നമ്മുടെ ബാച്ചിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. ഇവിടെ നമുക്ക് അതിനൊരു പരിമിതി ഉണ്ടല്ലോ. അവിടെ നമ്മൾ ഡെയിലി 1 hour ലൈവ് ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. നമ്മൾ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എല്ലാം കവർ ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾ കാണാത്തതോ കേൾക്കാത്തതോ ആയിട്ടുള്ള ഒരു ചോദ്യം പോലെ നിങ്ങളുടെ ചോദ്യപേപ്പറിൽ ഉണ്ടാവില്ല. ധൈര്യമായിട്ട് അഡ്മിഷൻ എടുക്കാം. അതുപോലെ തന്നെ +1 ഇംപ്രൂവ്മെൻറ്റ് വെറും 199 രൂപയുടെ ബാച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മുഴുവൻ കൺസെപ്റ്റുകളും ഈസി ആയിട്ട് ഒരു ടൈം ലിമിറ്റില്ല നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. 199 മാത്രം അടച്ചാൽ മതി. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് താഴെക്കുന്ന വാട്സപ്പ് നമ്പറിൽ hi+1 എന്നോ hi+2 എന്നോ മെസ്സേജ് ചെയ്താൽ മതി. സോ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കി. Amitabh and Babul are partner sharing profits in the ratio of 3:2 and our capital is 50,000 and 30,000 ആണ്. ഓക്കെ, കുഴപ്പമില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് എഗ്രീഡ് അറ്റ് 6%. ഇൻട്രസ്റ്റ് 6% ആണ്. ആൻഡ് ബാബിൾ ഈസ് ടു ബി അലൗഡ് ഇൻ ആനുവൽ സാലറി. ആനുവൽ സാലറി 2,500 രൂപ ഉണ്ട്. ഓക്കെ, അതൊന്നും നമുക്ക് കുഴപ്പമില്ല. ഇനിയാണ് ഇവിടുത്തെ അഡ്ജസ്റ്റ്മെന്റ് കിടക്കുന്നത്. ഡ്യൂറിംഗ് ദ ഇയർ 2006 the profits prior to the calculation of interest on capital but after charging Babul's salary amounted to 12,500. ഇതാണ് ഇവിടുത്തെ ഒളിഞ്ഞു കിടക്കുന്ന അഡ്ജസ്റ്റ്മെന്റ്. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള പ്രോഫിറ്റ്സ് പ്രയർ ടു ദ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബട്ട് ആഫ്റ്റർ ചാർജിങ് ബാബുൽ സാലറി. പക്ഷെ ബാബുലിന് സാലറി കൊടുത്തതിന് ശേഷമുള്ളതാണ് 12,500. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രയറും ആഫ്റ്ററും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾക്ക് എപ്പോഴും വേണ്ടത് പ്രയർ ടു ദ കാൽക്കുലേഷൻ പ്രോഫിറ്റ് ആണ് വേണ്ടത്. ഓക്കെ, പ്രയർ ടു ദ കാൽക്കുലേഷൻ പ്രോഫിറ്റ് ആണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ അർത്ഥം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ഈ സൈഡിൽ എഴുതുമല്ലോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ഈ സൈഡിൽ നെറ്റ് പ്രോഫിറ്റ് എഴുതും. എന്നിട്ട് ആ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറിയും കമ്മീഷനും ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൊടുക്കുന്നതിന് മുന്നേ ഉള്ള നെറ്റ് പ്രോഫിറ്റാണ് വേണ്ടത്. പക്ഷെ നമ്മളോട് ഈ ചോദ്യത്തിൽ എന്താ പറയുന്നത്? സാലറി, ബാബുലിന് സാലറി കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണ് കേട്ടോ 12,500 എന്നാ പറഞ്ഞേക്കുന്നേ. നമുക്ക് ശേഷമുള്ളതല്ല, ഇത് കൊടുക്കുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ് ഇവിടേക്കാണ് എത്തേണ്ടത്. ബാബുലിന്റെ സാലറി ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 2,500 ആണ്. അത് കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണ് 12,500. അപ്പൊ ശരിക്കും പ്രോഫിറ്റ് എത്രയായിരുന്നു? അതും കൂടി കൂട്ടിയാൽ പോരെ? 15,000 ആയിരുന്നു ശരിക്കുള്ള പ്രോഫിറ്റ്. അതിൽ നിന്ന് 2,500 ബാബുലിന് സാലറി കൊടുത്തു, ബാക്കിയുള്ളതാണ് 12,500. ഇതാണ് അവരവിടെ പറയാതെ പറഞ്ഞത്. അപ്പോൾ ഇതറിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എഴുതേണ്ടത് ഈ 15,000 ആണ്. ഈ 15,000 എങ്ങനെയാ വന്നത്? ബാബുലിന്റെ സാലറി ചാർജ് ചെയ്യുന്നതിന് മുന്നേ ഉള്ളതാണ്. 12,500ഉം 2,500 കൂടി ആഡ് ചെയ്തിട്ടുള്ള 15,000 ആണ് അത്. പിന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷന്റെ ഡെബിറ്റ് സൈഡിലാണ് പാർട്ട്നേഴ്സിന് കിട്ടുന്നതെല്ലാം എഴുതാം. ഓക്കെ, പാർട്ട്നേഴ്സിന് കിട്ടുന്നതെല്ലാം. സാലറി 2,500 രൂപ ബാബുലിന് കിട്ടുന്നതാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അമിതാഭിനും ബാബുലിനും കിട്ടും അല്ലേ? അവരുടെ എത്രയാണ് വന്നിട്ടുള്ളത്? 50,000ഉം 30,000ഉം. അതിൻ്റെ 6%. 50,000 × 6/100ഉം 30,000 × 6/100ഉം. അപ്പോൾ 3,000, 1,800 വന്നു. പിന്നെ ഇനി ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് എ പ്രൊവിഷൻ ഓഫ് 5% ഓഫ് പ്രോഫിറ്റ് ഈസ് ടു ബി മെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് കമ്മീഷൻ ടു ദ മാനേജർ. അതായത് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊവിഷൻ മാറ്റണം. പ്രോഫിറ്റിന്റെ 5%. ഏത് പ്രോഫിറ്റിന്റെ? 15,000 എന്ന് പറയുന്ന പ്രോഫിറ്റിന്റെ 5% പ്രൊവിഷൻ ഫോർ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതുകൂടി എഴുതണം. അപ്പോൾ 15,000ന്റെ 5% എന്ന് പറയുന്നത് 750 ആണ്. അത് നമ്മൾ മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് അതും എഴുതി. പിന്നെ ഇനി എന്ത് ചെയ്താൽ മതി? 15,000 ഇത് ബാലൻസ് ചെയ്യാം. 15,000ൽ നിന്ന് ഇത്രയും കുറച്ച് കഴിയുമ്പോൾ 6,950 വരും. അതാണ് പ്രോഫിറ്റ്. അത് ഇവർ ഏത് റേഷ്യോയിൽ വീതിച്ചെടുക്കും? 3:2 റേഷ്യോയിൽ വീതിച്ചെടുക്കും. 3:2 എന്ന് പറയുമ്പോൾ 3 + 2 5, 3/5, 2/5 എന്ന റേഷ്യോയിൽ ഇവർ വീതിച്ചെടുക്കും. സോ 6,950 × 3/5 4,170, 6,950 × 2/5 2,780 വരും.
അങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.